ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്. വന്യമൃഗശല്യം തടഞ്ഞില്ലെങ്കിൽ മണ്ണിൽ പൊന്നു വിളയിച്ച മലയോര കർഷകർക്ക് കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണെന്ന് ആര്യാടൻ ഷൗക്കത്ത് MLA പറഞ്ഞു. വന്യമൃഗങ്ങളിൽ നിന്നും കർഷകരുടെ ജീവനും കൃഷിക്കും സംരക്ഷണം നൽകാൻ സർക്കാർ സമഗ്ര പദ്ധതി കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു. എടക്കര പഞ്ചായത്തിന്റെ കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. എന്നിട്ട് പോലും 5 ലക്ഷം രൂപ പഞ്ചായത്ത് മെമ്പർമാർക്ക് എല്ലാവർക്കും റോഡും നമുക്ക് പ്രധാനമായിട്ടുള്ളത്. പക്ഷെ എങ്കിലും അവരോടൊക്കെ പിണങ്ങാതെ തന്നെ അത് ഒരു 5 ലക്ഷം രൂപ നീക്കി വെച്ചു എന്ന് മാത്രമല്ല, ഞാൻ കൃഷി ഓഫീസറുമായി സംസാരിച്ചപ്പോൾ നിരവധിയായ പദ്ധതികൾ പഞ്ചായത്ത് പൈസ നീക്കി വെച്ച് കർഷകർക്ക് വേണ്ടി ചെയ്യുന്നു. പക്ഷെ ഇതുകൊണ്ടൊന്നും നമുക്ക് വേണ്ടതില്ല എന്നുള്ളവരെ കാര്യം. അത് നമ്മുടെ പ്രശ്നം. എങ്കിലും ഒരു പഞ്ചായത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പരമാവധി കർഷകരെ സഹായിക്കാൻ വേണ്ടി ഈ ഗ്രാമപഞ്ചായത്ത് തയ്യാറായിരിക്കുന്നു എന്നത് വലിയ. നഷ്ടത്തിലായിട്ടും കൃഷി തുടരുന്ന കർഷകർ വന്യമൃഗശല്യം കാരണം കൃഷി ഉപേക്ഷിച്ച് മലയോരത്തു നിന്നും കുടിയിറങ്ങേണ്ടി വരുന്ന പ്രതിസന്ധിയിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് OT ജെയിംസ് അധ്യക്ഷത വഹിച്ചു. മികച്ച കർഷകരെ MLA ആദരിച്ചു. മികച്ച കർഷകരായ അലവി പുതിയകത്ത്, BV ചെറുകര, കൃഷ്ണൻകുട്ടി ഉറുമ്പോലിൽ, മണി ഇല്ലിക്കൽ, ജ്യോതി തോമസ്, ലയശ്രീ, സന്തോഷ് ഇറക്കൽ, സിദ്ദീഖ് മൂർക്കൻ, അബ്ദുള്ള നാഗേരി എന്നിവരെയാണ് ആദരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. പുഷ്പവല്ലി മുഖ്യാതിഥിയായിരുന്നു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിജുല ബാലൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷക്കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റഷീദ് വാളപ്ര, സോമൻ പാർലി, അനിജ സെബാസ്റ്റ്യൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കബീർ പനോളി, സിന്ധു പ്രകാശ്, ഫസൻ മുജീബ്, പഞ്ചായത്ത് അംഗം P. മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.